യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ മാസം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അനേകം ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവവചനം ഈ കാലങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹം ലഭിക്കുന്ന വഴികളിൽ നിന്ന്, കേൾവികളിൽ നിന്ന്, പ്രാർത്ഥനകളിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം മാറി നിന്നാൽ ഒരുപക്ഷെ എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും മാറിപ്പോകാൻ ഇടയുണ്ട്. എനിക്ക് ലഭിക്കാനുള്ള അനുഗ്രഹം മാറിപ്പോകരുത്. എൻ്റെ തലമുറയ്ക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ മാറിപ്പോകാൻ ഇടവരരുത്. കർത്താവേ, ഈ മാസം എല്ലാ കുടുംബങ്ങളെയും, ഓരോ ദിവസവും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ, നിയോഗം സമർപ്പിച്ചവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ ഈ തലമുറകളിലേക്ക് അങ്ങ് പകരണമേ. ദൈവവചനത്തിലൂടെ അവർക്ക് പകരണമേ. അനുഗ്രഹമുള്ള, ആരാധനയുള്ള, നല്ല സ്വഭാവമുള്ള, ദൈവാത്മാവിൻ്റെ നിറവുള്ള ഒരു തലമുറയെ ഈ ശുശ്രൂഷയിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിൻ്റെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കണമേ. ദൈവകരം അവരെ സ്പർശിക്കട്ടെ. അവരുടെ ബുദ്ധി, ശക്തി, കഴിവ്, ചിന്തകൾ, ആലോചന എല്ലാം അനുഗ്രഹമുള്ളതാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം ഈ ദിവസം, ചൊവ്വാഴ്ച ദിവസം കേൾക്കുമ്പോൾ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ബലിയർപ്പിച്ചു. 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. 18-ാമത്തെ വാക്യമാ. അബ്രാഹത്തോട് പറയുക, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ മക്കൾ ലോകത്തിനൊരനുഗ്രഹമാകുന്നു. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവർ വീടിന്, ദേശത്തിന്, ലോകത്തിന് തന്നെ അനുഗ്രഹമാകും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്കാണ്. നീ എൻ്റെ വാക്ക്, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന കാര്യം അറിയുമോ? നിങ്ങൾ വചനം മാതാവെന്ന രീതിയിൽ, പിതാവെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വീടിന് മാത്രമല്ല, ലോകത്തിന് നിങ്ങൾ അനുഗ്രഹമാകുന്നു. അതോടൊപ്പം ആദ്യം കേട്ട വചനമുണ്ട്. കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു, മകന് പകരം ബലിയർപ്പിച്ചു. പറയുന്ന കാര്യം ശ്രദ്ധിക്കണമേ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നാളുകളിൽ എനിക്ക് അനുഗ്രഹമായി മാറുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണുന്നില്ലേലും ദൈവം എനിക്കതൊരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് വ്യക്തമായി പറയാൻ ഒരു കുഞ്ഞ് അനുഭവം നിങ്ങളോട് പറയാം. ഒരാൾക്കൊരു നല്ല വീട് ഇല്ലായിരുന്നു. സാധാരണ വീട്, സൗകര്യമില്ലാത്ത വീട്. എല്ലാം കൊണ്ടും ഒരു നല്ല വീടിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ വീട് ചെറുതായതുകൊണ്ട്, അത്ര ഭംഗിയില്ലാത്തത് കൊണ്ട്, സൗകര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും അവർക്ക് ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. ഇതെന്താ വീട് പണിയാത്തത്? പിള്ളേരുടെയൊക്കെ പ്രായമായില്ലേ? വീടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമോ? വീട് അത്യാവശ്യമല്ലേ? പലരുടെ ചോദ്യങ്ങൾ, പറച്ചിലുകൾ മാനസികമായി ഭയങ്കര ദുഃഖമായിരുന്നു.
എങ്കിലും അവർ ചിന്തിക്കുമായിരുന്നു, ചില വീടുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ നാളുകൾക്ക് ശേഷം അവർ നല്ലൊരു വീട് മേടിച്ചു. ആ വീട് ആദ്യമേ അവർക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ആ വീടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ വീട് വന്നവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം ആ വ്യക്തി പറയുവാണ്, ആദ്യം എനിക്ക് ഇത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഏത് വീടിന് വേണ്ടിയാണോ ആഗ്രഹിച്ചത്, എങ്ങനത്തെ മുറികൾ, എങ്ങനത്തെ അടുക്കള, എങ്ങനത്തെ തിണ്ണ, എങ്ങനത്തെ നടു റൂം സൗകര്യങ്ങൾ, എങ്ങനെയായിരുന്നോ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പറഞ്ഞത്, അതേപോലത്തെ ഒരു വീടാ ഇന്നെനിക്ക് ദൈവകൃപയാൽ മേടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനൊരു ഉത്തരം ഞാൻ പറയാം. ഒരു വീടിന് വേണ്ടി നീ ആ പഴയ വീട്ടിലിരുന്ന്, സൗകര്യമില്ലാത്ത ആ വീട്ടിലിരുന്ന് ആലോചിച്ചു കൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടും വരുന്നു. എത്രയോ പ്രാർത്ഥനാലയങ്ങളിൽ പോയപ്പോൾ നിയോഗം എഴുതി വെച്ചു, ഒരു നല്ല വീടുണ്ടാകണം, ഒരു വീട് മേടിക്കാൻ പറ്റണം. എഴുതി വെച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും അപ്പുറത്തെ സൈഡിൽ നീ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വീട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. ഇന്ന് വായിച്ചു കേട്ട വചനത്തിൽ അബ്രഹാം മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ആ മല കയറുമ്പോൾ അത്ര ചിരിച്ച മുഖത്തോടെയൊന്നും ആയിരിക്കില്ല പോയത്. കാരണം തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലിയർപ്പിക്കാനല്ലേ പോകുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മാനുഷികമായ എല്ലാ ദുഃഖവും വേദനയും ഒക്കെ ആയിട്ടായിരിക്കും ആ മല കയറിയത്. അവിടെ ചെന്ന് ബലിപീഠമുണ്ടാക്കി വിറകടുക്കി കുട്ടിയെ ബന്ധിച്ച ആ വിറകിൻ്റെ മേൽ കിടത്തി കത്തിയെടുത്ത് ബലിയർപ്പിക്കാനായി ഒരുങ്ങുമ്പോൾ ഒരു സ്വരം കേട്ടു, കുട്ടിയെ തൊട്ടുപോകരുത്, ബലിയർപ്പിക്കാൻ തൊട്ടുപോകരുത്. അപ്പോഴാണ് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തൊട്ടുപിറകിൽ പിന്നിൽ കൊമ്പുടക്കി കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടതും, ആ മുട്ടാട് എങ്ങനെ വന്നു അവിടെ? ആ ബലിപീഠമുണ്ടാക്കിയപ്പോഴൊന്നും കാണാത്ത ആ മുട്ടാട് എങ്ങനെ പെട്ടെന്ന് അവിടെ വന്നു? പ്രാർത്ഥനയോടെ മനോദുഃഖത്തോടെ ആ മല കയറിയപ്പം അപ്പുറത്തെ സൈഡിൽ അബ്രാഹത്തിന് ബലിയർപ്പിക്കാനുള്ള ബലിമൃഗത്തെ ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ എഴുതിയിട്ടൊരു നിയോഗം ഉണ്ടാവും. ആ എഴുതിയിട്ട നിയോഗം അപ്പുറത്തെ സൈഡിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം നിനക്ക് വേണ്ടി അത് ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ? എൻ്റെ മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൾ എന്നിങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് കേട്ട ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ആ പേപ്പർ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് പറ, എൻ്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്. അവർ നഷ്ടപ്പെട്ടു പോകരുത്, നന്നായി പഠിക്കണം, നല്ലൊരു ജീവിതം അവർക്കുണ്ടാകണം, അവരെ ഓർത്തുള്ള കരച്ചിൽ ഈ വീട്ടിൽ നിന്ന് ഉയരരുത്. അങ്ങനെ നല്ല മക്കളെ ദൈവം തന്നല്ലോ എന്നോർത്തുള്ള സ്തുതികൾ ഉയരണം, ആരാധന ഉയരണം, നന്ദിയുടെ പാട്ടുകൾ വീടുകളിൽ ഉയരണം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് പലരും നിങ്ങളോട് പറയാൻ ഇടയാകണം. നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടണം, അവർ പഠിക്കണം, നല്ല സ്വഭാവത്തിൽ വരണം, ഉയർന്ന നിലകളിൽ അവർ എത്തണം, അവർ ദൈവത്തെ മറന്നു ജീവിക്കാൻ ഇടയാകരുത്, ദൈവത്തെ ആരാധിക്കുന്നവരാകണം, ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം, ദൈവത്തെ കൊടുക്കുന്നവരാകണം. ഉചിതമായ സമയത്ത് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. അവർ ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാകണം, മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാകണം, അവർക്ക് നല്ല ജീവിതം കൊടുക്കണം. അവരെ ദൈവം എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അവിടെ അവർ എത്തണം. ഇതൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചത് ദൈവം അബ്രാഹത്തിന് ബലിയർപ്പിക്കാനുള്ള ബലിമൃഗത്തെ മറു സൈഡിൽ ഒരുക്കിയിരുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവം അപ്പുറത്തൊരുക്കും. ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് നിയോഗം എഴുതിയിട്ടപ്പോൾ മറു സൈഡിൽ
വേറൊരാളെ കൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഒരു വീട് പണിത പോലെ, എനിക്ക് വേണ്ടി ഒരു വീട് പണിത പോലെ അപ്പുറത്ത എനിക്ക് വേണ്ടി ഒരു വീട് വേറൊരാൾ പണിയുന്നു, അയാൾ വിൽക്കാൻ തീരുമാനിക്കുന്നു, ഞാനത് മേടിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചത് അപ്പുറത്ത് നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങൾ, ഈ മാസമെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് തലമുറകൾക്ക് വേണ്ടി. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലുണ്ട്. ഈ ആലയത്തിൽ ഇന്നു വരെ വന്നു പ്രാർത്ഥിച്ച സകല നിയോഗങ്ങളെയും മറക്കാതെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗ കൊന്ത ചൊല്ലി 33 പ്രാവശ്യം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശനിയാഴ്ച, ഈ 2ാം ശനിയാഴ്ച ബാംഗ്ലൂർ RRC റിന്യൂവൽ റിട്രീറ്റ് സെൻ്ററിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ നമ്മൾ ഒരുമിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ അറിയിപ്പായി കാണുക, ആഗ്രഹിക്കുന്നെങ്കിൽ വരിക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹമുള്ളൊരു സമയമാക്കി മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ എന്തു കാര്യമാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചത്, അത് ദൈവം നിങ്ങൾക്കൊരനുഗ്രഹമായി തരട്ടെ. അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ്ങായി മാറട്ടെ. കർത്താവെ, അതിനു മുമ്പായി ഈ ആലയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആലയത്തിലേക്ക് വന്ന് വചനങ്ങളെ കേൾക്കാൻ അങ്ങ് നിയോഗിച്ചവരെ അങ്ങ് ഒരുക്കണമേ. അങ്ങ് ആലയത്തിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരാൻ ഓരോ ദിവസവും അങ്ങ് നിയോഗിച്ചവരെ അങ്ങ് കൊണ്ടുവരണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, അയൽദേശങ്ങളിൽ, അയൽവക്കങ്ങളിലൊക്കെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിലൂടെ ഈ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് സർവശക്തനാണെന്ന് ഈ വചനത്തിലൂടെ ഈ കുടുംബത്തോട് തെളിയിക്കണമേ. ഈ തലമുറയിൽ അത്ഭുതങ്ങൾ നടക്കണമേ. കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഗ്രഹം ഉള്ളവരാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നു. നിങ്ങൾക്കുള്ള അനുഗ്രഹം ദൈവം ഒരുക്കുന്നുണ്ട്. പഠിച്ച് മിടുക്കരാകണം, മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകണം, ദൈവത്തെ ആരാധിക്കുന്നവരാകണം, ദൈവത്തെ കൊടുക്കുന്നവരാകണം. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി തെറ്റിപ്പോകരുത്, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോകരുത്, മോശം ബന്ധങ്ങളിലേക്ക് പോകരുത്, മദ്യത്തിനോ മയക്കുമരുന്നോ ലഹരിക്കോ അടിമകളാകരുത്, ആ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അനുഗ്രഹത്തിൻ്റെ വഴിയിൽ കയറി നിൽക്ക്. നല്ല പ്രായത്തിൽ ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിച്ചോളും. നല്ല പ്രായത്തിൽ രക്ഷപ്പെടാൻ ദൈവം ഭാഗ്യം തരും. നല്ല ഐഡിയകൾ ദൈവം നിങ്ങൾക്ക് തരും. അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി, നിങ്ങൾ രക്ഷപ്പെട്ടോളും, അനുഗ്രഹമായിക്കോളും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ചെന്ന പോലെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് ഈ മാസം എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ നിയോഗങ്ങളെയും, അതെഴുതിയിട്ട മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മാസം പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചു. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച 200ഓളം പേർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യങ്ങളുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കുക, ഒരുമിച്ച് വരിക, ഒരു ദിവസം സ്റ്റേ ചെയ്യുക, ഒരു നിമിഷം ദൈവത്തോടു കൂടെ ആയിരിക്കുക. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിലേക്ക് ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നിയോഗമുണ്ടെങ്കിൽ സന്തോഷത്തോടെ വരിക. ഈ ഭവനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.